എന്താ വില ഇപ്പോൾ 32 രൂപ 32. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കോക്കനട്ട് ഷെൽ പൊറോട്ട. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് തേങ്ങ ചിരട്ടയായിട്ട് വന്നിരിക്കുന്നത്. ഈ തേങ്ങ ചിരട്ടയ്ക്കകത്ത് പൊറോട്ട ഇട്ട് ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സാധനമാണ് ഈ കോക്കനട്ട് ഷെൽ പൊറോട്ട. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇതൊക്കെ ചുട്ടെടുക്കാം. ഇതിലൊക്കെ സെലക്ട് ചെയ്തെടുക്കാനുണ്ടല്ലേ? എല്ലാ ചിരട്ടയിലും നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൽ വലിയ ചിരട്ടകൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം അല്ലേ? ചിരട്ട പൊട്ടാനെടുക്കും കേട്ടോ. 32 രൂപ വിലയുണ്ട് ഇതിന്. കുറച്ച് വലുതാണെങ്കിൽ പൊറോട്ട നമുക്ക് ഇതിനകത്ത് കയറും. അത്രയും അല്ലേ? ഇത് ചെറുതാണ്. എടുക്കാനേ ഇത്തിരി പണിയണ്ട. സുന്ദരായി. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ മസാലയിലാണ് നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. അതിന് കുറച്ച് സാധനം നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, കുറച്ച് ഏലക്കായ, കുറച്ച് വറമുളക്, ഉണക്കമുളക് എന്നൊക്കെ പറയും. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, ഇനി കുറച്ച് പട്ടയും ക്രാമ്പും, ഇനി കുറച്ച് വലിയ ഉള്ളി, കുറച്ച് ഉപ്പില്ലേ ബീഫിന് ചേർത്തിരുന്നു പണ്ടത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുറച്ച് പച്ചമുളക് ചതച്ചത്, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത്, നമ്മുടെ സ്പെഷ്യൽ മസാല പൊടിച്ചെടുത്തത്, കുറച്ച് മല്ലിപ്പൊടി, ഇതിലല്പം മഞ്ഞൾപ്പൊടി മുക്കിണ്ടില്ലേ, ഇനി കുറച്ച് തക്കാളി, കുറച്ച് കറിവേപ്പില ഇളയ്ക്കും. ഒരല്പം വെള്ളം ഒഴിക്കും അല്ലേ? മതി. അല്ലേ? കറിവേപ്പില മതി. ഇതിന്റെ മുകളിൽ കുറച്ച് കരി കൊട്ടല്ലേ? എന്താ കറി പൊറോട്ട. ഇത് നല്ല അടിപൊളി ബീഫ്. ഇനിയൊരു ബീഫ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു പരിപാടി കൂടി ചെയ്യണ്ട.
ഇനി ബട്ടറില്ല. ഇനി അടുത്ത പരിപാടി നമ്മുടെ ഈ കറുത്ത ബീഫ് നിറയ്ക്കാവുന്നതാണ്. ഈ കറുത്ത ബീഫ് ഇടാം. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാ. ഇത് കുറേശ്ശെ വെച്ചാൽ മതി, പൊന്നുപോലുള്ളതാണ്. ഇത് നമുക്ക് ഇതിലൊരു ബീഫ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒപ്പമാക്കി ഇതിനെ കൗത്തണം. ഇതിനെല്ലാം ഉള്ളി തുരുകിയിട്ട് ഇങ്ങനെ വെച്ച് ടൈറ്റാക്കി നമ്മുടെ ചിരട്ട തേങ്ങ പോലെ ആക്കാം. എന്നിട്ട് ഇത് ഫോയിൽ പേപ്പർ എടുത്ത് ഇതിൽ വെച്ച് നല്ല അന്തസായിട്ട് ഇതാണ് പൊറോട്ട ബോംബ് കേട്ടോ. ഇത് ഒരൊറ്റ ഏറെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടും. ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇടുക. ഇത് നമുക്ക് അമൃത് പോലെയാണ്, കുറേശ്ശെ ഇടാൻ പറ്റുള്ളൂ. എടുക്കണു, നമ്മുടെ പൊറോട്ട എടുക്കുന്നു, കറക്റ്റ് വെക്കുക, ഇത് ലോക്ക് ചെയ്യുക. എന്താ അന്തസ്. ഏറിഞ്ഞാലോ ഇന്നോട്ട് കളി തുടങ്ങല്ലേ? ഉറക്കൊഴിച്ചൊന്ന് കാണണം. എല്ലാ കളിയും കാണും. നീ ഏത് ടീമിലാണ്? ഞാൻ നെതർലാൻഡ്. ഞാൻ മറ്റേ ഒരാളില്ലേ, അത് നല്ലോണം കളിച്ചതാണ്, എംബാപ്പെ. അവൻ്റെ ടീമിലാണ്ടാ. ടീമിലാണ്. അത് ഏതാണെന്ന് അന്വേഷിക്കണം. ഏതാണ് നന്നായി കളിക്കും, അത് കണ്ടോ അറിഞ്ഞാൽ മതി. ചൂടില്ലേ, ഭയങ്കര ചൂടാട്ടാ. സംഗതി ആയില്ലേ? ഇത് ചിലപ്പോൾ വെച്ചാലേ പൊട്ടിത്തെറിച്ചാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം അല്ലേ? നോക്കാം. ഇത്തിരി ആശുണ്ടാ, പതുക്കെ തുറക്കണം കേട്ടോ. കാരണം എന്താ പറയുക, അങ്ങനെ വെച്ചല്ലേ. വാവ്, ചിരട്ടയൊക്കെ പറയാം ചൂടായതാ അല്ലേ? എന്നാ കുഞ്ചു ഇതാ, ഞാൻ അടുത്ത് തുറക്കട്ടാ. ഇത് മതി, ഈ ചിരട്ട മതി. ഞാൻ ഇത് ഭാഗ്യം പോലെയാണ്. ചിലതിൽ കൂടുതൽ ബീഫ് ഉണ്ടാകും, ചിലതിൽ കുറവ് ബീഫ് ഉണ്ടാവും അല്ലേ രതീഷേ? നിറയെ ബീഫുള്ളവർ ഇങ്ങോട്ട് തരും, കുറച്ച് ബീഫുള്ള അങ്ങോട്ട് തരാം. ആഹാ, പൊറോട്ട മൂടിയിരിക്കണം. ഇതാ നല്ല പോക രാവിലെ വരുന്നു. ഇതാ ഇതെന്നാ, ഇത് നമ്മുടെ മുകളിലിട്ട ബീഫ്, ഇത് അടിയിലിട്ട ബീഫ്. ആ കുഞ്ചുവിൻ്റെ ഓ പുകയോട് പോകാം അല്ലേ? ആഹാ, കഴിച്ചോട്ടാ. ചൂട് വേണമല്ലോ. ഇത് കഴിക്കണം കേട്ടാ, ഇതിലാണ് ടേസ്റ്റ്. ഇതിൻ്റെ അടിയിൽ ഇതില്ലേ, ഇതൊരു വെറൈറ്റി പരിപാടി കേട്ടാ അല്ലേ? ആഹാ, ഇതിൽ സാധനം ബട്ടർ ഇട്ട് നമ്മൾ അടി നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലാം തൊടാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ അങ്ങനെ പൊളിച്ചിട്ട് ഇവിടെയാണ് ശരിക്കും നമ്മൾ ബട്ടർ വെച്ചിരിക്കുന്നത്. ഇത് ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടായിപ്പോട്ടാ. എന്തായാലും പൊറോട്ടയും ബട്ടറും മാത്രം ഒന്ന് കഴിച്ചോട്ടെ. ഞാൻ ഒന്നും പറയില്ല, ഇവർ പറയാം കേട്ടാ. ഇവർ ഒന്നും പറയില്ല, മിണ്ടില്ല ഇവർ. നാളെ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് അടിപൊളി. സംഭവം ഒരു രക്ഷയിലായിട്ട് അടിപൊളി സാധനം. ഭയങ്കര മണം, ചിരട്ടൻ്റെ മണവും ആ എല്ലിൻ്റെ മണവും അല്ലേ?
പിന്നെ ആ ഉള്ളിൽ നമ്മൾ എന്താ പറയാ ഈ ബട്ടർ ഇട്ടില്ലേ, ഒരു രക്ഷയില്ല, അടിപൊളി. ആ ചെറിയ ആ ചിരട്ട കരുതിൻ്റെ പുകച്ചോരുള്ളില്ലേ, അവക്ക് കൂടി ഉണ്ടല്ലോ. ഇത് നമ്മൾ കറി ബീഫ് ഇട്ടാ കറിയിൽ ഉണ്ടാക്കിയ ഒരു പുകച്ചോയുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ സംഭവം സൂപ്പറായി. ഒരു രക്ഷ കേട്ടാ, അടിപൊളി. ഇതിൽ കറിനേക്കാളും സൂപ്പർ നമ്മൾ വേറെ ഉണ്ടാക്കിയ ഒരു ബീഫാണ്. എല്ലാം കൂടി വീട്ടിൽ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലേ. അത് അടിപൊളി. ഈ ബീഫ് ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ല. ചൂടുണ്ടോ? ചൂടുണ്ടോ? എല്ലാ പൊതിയും കഴിച്ചിട്ട് നമുക്ക് ഫോണിൽ പോകാം. ഓക്കെ, ഇനി നിറയെ പൊതിയുണ്ടെന്ന് പറയാം. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് പണിയാണ് ഇതുണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കിയാൽ പൊളിക്കും. ഇത് സംഭവമില്ല, നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ഇല്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പട്ടയും കറാമ്പൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ മലയാളികൾ വരുന്നത് സംഭവം സാധനം അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം ബീഫ് കറി? വെറൈറ്റി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കറി. ആ നല്ല ടേസ്റ്റ് ഇല്ലേ. ആ അടുക്കി പിടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിരട്ടയിൽ ആ ഏറ്റവും അടിയിലിരുന്ന ആ ഒരു പീസ്. അപ്പോൾ നമ്മൾ ഇനിയും കുറേ ചിരട്ട പൊറോട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് വരാണ്ട് അവർക്ക് കൊടുക്കണം നമുക്ക് ടേസ്റ്റ് വേണം അല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു വർഷം ചിരട്ട പൊട്ടിയതാ. പൊട്ടി ചെറുതായിരിക്കും.